നമസ്കാരം. സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെ, അങ്ങനെ ഡിഗ്രി പ്രിലിംസിന്റെ 3 സ്റ്റേജിന്റെയും ഫൈനൽ കീ വന്നിരിക്കുകയാണ്. ഇന്ന് മൂന്നാമത്തെ സ്റ്റേജിന്റെ ഫൈനൽ കീ വന്നിട്ടുണ്ട്. ഈ ഒരു ഫൈനൽ കീയിൽ മക്കളെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം 54/2026 എന്ന് പറയുന്ന ഡിഗ്രി പ്രിലിംസിന്റെ സ്റ്റേജ് 3യുടെ ഫൈനൽ കീ ആണ്. ഇതിൽ പ്രധാനമായിട്ടും നോക്കിയടാ 5 ഡിലീഷൻസും 3 ഓപ്ഷൻ ചേഞ്ചുമാണ് വന്നിട്ടുള്ളത്. ആൻസർ ചേഞ്ചുമാണ് വന്നിട്ടുള്ളത്. അതായത് വളരെ കുറവ് ഡിലീഷൻസ് മാത്രമേ നടക്കുകയുള്ളൂ എന്നു പ്രതീക്ഷ സ്റ്റേജാണ്. എന്നാൽ രണ്ടാമത്തെ സ്റ്റേജ് പോലെ തന്നെ രണ്ടാമത്തെ സ്റ്റേജിലും 5 ഡിലീഷൻസ് ഉണ്ട്. ഇവിടെയും എന്തുണ്ട്, 5 ഡിലീഷൻസ് തന്നെ വന്നിട്ടുണ്ട്. മൂന്നാമത്തെ സ്റ്റേജിലും 5 ഡിലീഷൻസും 8 ഓപ്ഷൻ ചേഞ്ചും, അതായത് 3 ഓപ്ഷൻ ചേഞ്ചും, അങ്ങനെ 8 ചോദ്യങ്ങളിലാണ് മാറ്റമുള്ളത്. ഒരുപാട് പേർക്ക് മാർക്ക് ഒരുപാട് മാറാൻ സാധ്യതയുള്ള മാറ്റങ്ങളാണ്. നമുക്ക് എവിടെയൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളതെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിക്കാം. ഇവിടെ നോക്കിയാൽ മൂന്നാമത്തെ ചോദ്യം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ 17ാമത്തെ ചോദ്യം ഓപ്ഷൻ ചേഞ്ച് ഉണ്ട്. 37 ഓപ്ഷൻ ചേഞ്ച് ഉണ്ട്. അതേപോലെ തന്നെ 68ഉം 69ഉം 71ഉം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 92ഉം 99ഉം ഓപ്ഷൻ ചേഞ്ചും വന്നിട്ടുണ്ട്. 92 ഓപ്ഷൻ ചേഞ്ചും 99 ഡിലീഷനും വന്നിട്ടുണ്ട്. നമുക്ക് ഓരോ ചോദ്യങ്ങളും ഏതാണ് ആ ചോദ്യം എന്നുള്ളതൊന്ന് അനലൈസ് ചെയ്യാം. മക്കളെ, അതിൽ ആദ്യം ഡിലീഷൻ സംഭവിച്ചിട്ടുള്ളതാണ് നോക്കുന്നത്. 5 ഡിലീഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? മൂന്നാമത്തെ ചോദ്യം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ഇനി പറയുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഗുരുവായൂർ സത്യാഗ്രഹ സമയത്ത് കസ്തൂർബാ ഗാന്ധിയും, അങ്ങനെ ഒരു ചോദ്യമാണ്. ഇതിൽ തന്നിരുന്ന ഓപ്ഷൻ എ ആയിരുന്നു. 1ഉം 2ഉം ശരിയെന്നുള്ളതായിരുന്നു. മൂന്നാമത്തെ തെറ്റുമെന്നായിരുന്നു. പക്ഷെ നിലവിൽ ഈ ചോദ്യം എന്ത് ചെയ്തിട്ടുണ്ട്? ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ ചോദ്യം ഡിലീറ്റ് ചെയ്തു. മൂന്നാമത്തെ ചോദ്യം ഡിലീറ്റ് ചെയ്തു. ഇനി നോക്കിയാൽ 68ാമത്തെ ചോദ്യമാണ് അടുത്തത് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. മാത്സിൽ നിന്നുള്ള ചോദ്യമായിരുന്നു. എ ഓപ്ഷൻ ആയിരുന്നു തന്നിരുന്നത്. നിലവിൽ അതെന്താണ്? ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 68 ഡിലീറ്റ് ആണ്. 69 കലണ്ടറുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു. 2054 ഓപ്ഷൻ ബി ആണ് ശരിയുത്തരമായി തന്നിരുന്നത് പ്രൊവിഷണൽ കീയിൽ. അതും ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 71ാമത്തെ ചോദ്യം ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് സെന്റൻസ് എന്ന് പറയുന്ന ചോദ്യമാണ്. അത് ഡിസ്ക്ലമേറ്ററി സെന്റൻസ് ആണ് തന്നിരുന്നത്. അതും ഇപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അവസാനത്തെ ഡിലീഷൻ 99ാമത്തെ ചോദ്യമാണ്. കലപ്പ് എന്ന് പറയുന്ന പദത്തിന്റെ പര്യായമല്ലാത്തതാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ്. ഉപലം എന്നായിരുന്നു തന്നിരുന്നത്. അതും നിലവിൽ ഡിലീറ്റ് ആണ്. അങ്ങനെ ഡിലീറ്റ് ചെയ്ത 5 ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. മൂന്നാമത്തെ ചോദ്യം എ കോഡാണ്. 68ാമത്തെ ചോദ്യം, 69ാമത്തെ ചോദ്യം, 71ാമത്തെ ചോദ്യം, 99ാമത്തെ ചോദ്യം എന്ന നിലയിലാണ്. മലയാളത്തിൽ നിന്ന് 2 ചോദ്യങ്ങൾ, ഇംഗ്ലീഷിൽ നിന്ന് 1 ചോദ്യം, അതേപോലെ തന്നെ നമ്മുടെ മാത്സിൽ നിന്ന് 2 ചോദ്യങ്ങൾ, ഹിസ്റ്ററിയിൽ നിന്ന് 1 ചോദ്യം. ഈ രീതിയിലാണ് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഓപ്ഷൻ ചേഞ്ച് ഏതൊക്കെയാണ്? ഓപ്ഷൻ ചേഞ്ചിൽ ആദ്യം 17ാമത്തെ ചോദ്യമാണ്. ഇനി പറയുന്നവയിൽ ഏതാണ് സർക്കാരിന്റെ അന്തർനിർമ്മിത സ്റ്റെബിലൈസർ നയത്തിന്റെ ഭാഗമല്ലാത്തത് എന്നായിരുന്നു. ഓപ്ഷൻ സി ആണ് ശരിയുത്തരമായി തന്നിരുന്നത്. വ്യക്തിഗത ആദായ നികുതി നിരക്കിലെ വർധനവായിരുന്നു. നിലവിൽ അത് ഓപ്ഷൻ ബി ആക്കി മാറ്റിയിട്ടുണ്ട്. ഓപ്ഷൻ ബി കാർഷിക സംഭരണ വിലകളിലെ വർധനവ് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് തന്നിരിക്കുന്നത്. 37ാമത്തെ ചോദ്യം ചരിത്രപരമായ മലയാള പ്രസിദ്ധീകരണമായ ജ്ഞാന നിക്ഷേപത്തെക്കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ പരിഗണിക്കുക എന്നുള്ളതായിരുന്നു. 37 തന്നിരുന്നത് ഓപ്ഷൻ സി 1ഉം 3ഉം മാത്രം എന്നുള്ളതാണ്. എന്നാൽ മുകളിൽ പറഞ്ഞവ എല്ലാം എന്നുള്ളതാണ് നിലവിൽ തന്നിരിക്കുന്ന ശരിയുത്തരം. ഓപ്ഷൻ ഡി ആണ്. അടുത്ത ലാസ്റ്റ് ഓപ്ഷൻ ചേഞ്ച് 92 ആണ്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത് എന്നുള്ളതാണ്. കിണറ്റിനുള്ളിൽ വീണ പുലിയെ നാട്ടുകാർ രക്ഷപ്പെടുത്തി എന്ന് പറയുന്നത് ശരിയാണ്. അതേപോലെ ഓരോ വിദ്യാർത്ഥികളും പുസ്തകങ്ങൾ വായിക്കണം എന്ന് പറയുന്നതും ശരിയാണ്. അപ്പോൾ 1ഉം 3ഉമാണ് ശരിയെന്ന് നേരത്തെ തന്നിരുന്നത്. നിലവിൽ അത് 1ഉം 4ഉമാണ് ശരിയെന്ന നിലയിൽ തിരുത്തിയിട്ടുണ്ട്. ഓപ്ഷൻ എ ആണ് നിലവിൽ ശരിയായിട്ടുള്ളത്. അപ്പോൾ 92, 37, 17 3 ചോദ്യങ്ങൾ ഓപ്ഷൻ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ വലിയ മാറ്റങ്ങൾ ഈ ഒരു കട്ട് ഓഫിൽ ഉണ്ടായേക്കാം. നമുക്ക് കട്ട് ഓഫ് അനാലിസിസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഡീപ്പ് അനാലിസിസ് തന്നെ നടത്തേണ്ടതായിട്ടുണ്ട്. ഈ ഒരു അനാലിസിസ് ഇന്ന് നമ്മുടെ ഈ ഒരു ചാനൽ തന്നെ, സൂപ്പർ നോട്ട്സിന്റെ PSC ചാനലിൽ തന്നെ ഇന്ന് വരുന്നുണ്ട്. അപ്പോൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോടാ. ഒപ്പം ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിച്ചോ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യും, അനാലിസിസ് എത്ര മാർക്ക് പ്രതീക്ഷിക്കാം, ഇനിയും പഠിച്ചു തുടങ്ങണോ, ഷോർട്ട് ലിസ്റ്റ് വരെ വെയിറ്റ് ചെയ്യണോ, ആരൊക്കെ പ്രതീക്ഷ അർപ്പിക്കണം, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ഇന്ന് ഈ ഒരു ചാനൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് ആ കട്ട് ഓഫ് അനാലിസിസ് വീഡിയോ ആവശ്യമുണ്ടോ എങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റുകളും കൂടി ഇടാനായിട്ട് ശ്രമിക്കുക. ആവശ്യമുണ്ടോ എന്നുള്ളത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. ഇതിന്റെ മാർക്ക്ഡ് PDF, ഫൈനൽ ആൻസർ കീ വെച്ചിട്ടുള്ള മാർക്ക്ഡ് PDF, ഫുൾ ആൻസർ കീ, അതായത് മുഴുവൻ
ക്വസ്റ്റ്യൻ പേപ്പറിന്റെയും ഒരു മാർക്ക്ഡ് PDF നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനൽ സൂപ്പർ നോട്ട്സ് എന്ന് പറയുന്ന ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ മതി. നേരെ ടെലഗ്രാമിൽ സൂപ്പർ നോട്ട്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അപ്പം നിങ്ങൾക്ക് കിട്ടും. ഇനി അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒരു ലിങ്ക് കാണും, ടെലഗ്രാമിന്റെ ലിങ്ക് കാണും. ആ ഒരു ലിങ്ക് വെച്ച്, ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മാർക്ക്ഡ് PDF വന്നിട്ടുണ്ട്. 100 ചോദ്യങ്ങളും കോഡ് വെച്ചിട്ട് മാർക്ക് ചെയ്ത PDF വന്നിട്ടുണ്ട്. അപ്പൊ ആ PDF നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ എല്ലാവരും നേരെ ടെലഗ്രാമിലോട്ടും കൂടെ പൊക്കോടാം. ആ PDF യൂസ് ചെയ്ത് നിങ്ങളുടെ ഫൈനൽ മാർക്ക് എത്രയാണ് എന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ആയിട്ട് ഇടാൻ ശ്രമിക്കുക കേട്ടോ. 3ാമത്തെ ആൻസർ ഡിഗ്രി ഫേസ് എഴുതിയവരുടെ ഫൈനൽ ആൻസർക്ക് എത്രയാണെന്ന് എഴുതുക. അപ്പൊ മൊത്തത്തിൽ 3 സ്റ്റേജിന്റെയും വെച്ചിട്ടുള്ള അനാലിസിസ് വീഡിയോ വരുന്നുണ്ട്. ഈ ഒരു ചാനൽ തന്നെയാണ് വരുന്നത്. ഒന്ന് വെയിറ്റ് ചെയ്തോളാം. നമ്മുടെ ഡിഗ്രി ലെവൽ മെയിൻസിന്റെ ബാച്ച് റണ്ണിംഗ് ആണ്. 2499 രൂപ മാത്രമാണ് ഫീസ്. നിങ്ങൾക്ക് കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, SBCID ഈ 3 വേണ്ടിയിട്ടുള്ള ബാച്ചാണ്. സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് ജയിലർ ഇതിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ മറ്റൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ ടോപ്പിക് അടക്കം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ബാച്ചിലോട്ട് ജോയിൻ ചെയ്തോടാം. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചു പോകാനായിട്ട് പറ്റും. നമുക്ക് ക്ലാസ്സിൽ കാണാം. മറക്കണ്ട, നേരെ ടെലഗ്രാമിൽ പോയി PDF നോക്കി മാർക്കും കൂടെ കമന്റ് ചെയ്തോ.